ആരാധനാലയങ്ങളിൽ അസമയത്ത് വെടിക്കെട്ട് നിരോധിച്ച് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉത്തരവ് ഡിവിഷൻ ബെഞ്ച് റദ്ദാക്കിയിരിക്കുന്നു. സർക്കാരിന് ഉചിതമായ ഇളവുകൾ നൽകാമെന്ന് ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി. ഓരോ ആരാധനാലയങ്ങളുടെയും ആവശ്യം പരിഗണിച്ച് തീരുമാനമെടുക്കാം. സർക്കാരിന്റെ അപ്പീൽ അനുവദിച്ചാണ് ചീഫ് ജസ്റ്റിസിന്റെ ഉത്തരവ്. വിശദാംശങ്ങളുമായി ജോൺ ലോറൻസ് ചേരുന്നുണ്ട്. ജോൺ ലോറൻസ്, ഈ ആരാധനാലയങ്ങളിൽ അസമയത്ത് വെടിക്കെട്ട് നിരോധിച്ച ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉത്തരവ് ഡിവിഷൻ ബെഞ്ച് റദ്ദാക്കിയിട്ടുണ്ട്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അനുജ, സംസ്ഥാന സർക്കാരിനും അതുപോലെ തന്നെ ദേവസ്വം ബോർഡുകൾക്കും ക്ഷേത്രങ്ങൾക്കും ഒക്കെ തന്നെ ആശ്വാസകരമായ ഒരു ഉത്തരവാണ് ഇപ്പോൾ ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ജസ്റ്റിസ് അമിത് റാവൽ നേതൃത്വമുള്ള ജസ്റ്റിസ് അമിത് റാവൽ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ച് അസമയത്ത് സംസ്ഥാനത്ത് ക്ഷേത്രങ്ങളിൽ വെടിക്കെട്ട് നിരോധിച്ചുകൊണ്ട് ഒരു ഉത്തരവിറക്കിയിരിക്കുന്നു. ഇത് ക്ഷേത്ര ആചാരങ്ങൾക്കെതിരാണെന്നും വെടിക്കെട്ട് ക്ഷേത്ര ആചാരങ്ങളുടെ ഭാഗമായി ഒഴിവാക്കാനാവില്ലെന്നും ചൂണ്ടിക്കാട്ടിയാണ് സംസ്ഥാന സർക്കാരും അതുപോലെ തന്നെ കൊച്ചി ദേവസ്വം ബോർഡ് ഉൾപ്പെടെയുള്ള കൊച്ചി ദേവസ്വം ബോർഡും ഹൈക്കോടതിയെ സമീപിച്ച കേസ് കോടതി ഇന്ന് പരിഗണിച്ചു. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് പരിഗണിച്ചപ്പോൾ തന്നെ കോടതി പറഞ്ഞു, അതായത് വെടിക്കെട്ട് നടത്തുന്നതിന് ചില നിയന്ത്രണങ്ങളും അതുപോലെ ചട്ടങ്ങളുമൊക്കെ ഉണ്ടല്ലോ, അതനുസരിച്ച് സംസ്ഥാന സർക്കാരിന് തീരുമാനമെടുക്കാവുന്നതാണ്. അതായത് അസമയത്തെ വെടിക്കെട്ട് സംബന്ധിച്ച് ഓരോ ക്ഷേത്രങ്ങൾക്കും അവരുടെ ആവശ്യങ്ങളും സാഹചര്യങ്ങളൊക്കെ പരിഗണിച്ച് സംസ്ഥാന സർക്കാരിന്, അതായത് കളക്ടർമാർക്ക് ഈ കാര്യത്തിൽ അനുമതി നൽകാവുന്നതാണ്. കളക്ടർമാരാണ് സാധാരണ വെടിക്കെട്ട് സംബന്ധിച്ച് അനുമതി നൽകുന്നത്. അത് അവിടുത്തെ സാഹചര്യവും സുരക്ഷാ ക്രമീകരണങ്ങളും എല്ലാം പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് സാധാരണ ഈ വെടിക്കെട്ടിന് എല്ലാ വർഷവും അനുമതി നൽകുമ്പോൾ. ഉദാഹരണം തൃശ്ശൂർ പൂരം, അതുപോലെ തൃശ്ശൂർ പൂരം, അതുപോലെ വടക്കു ഭാഗത്തേക്കുള്ള വലിയ ക്ഷേത്രങ്ങളിലൊക്കെ വലിയ തോതിലുള്ള വെടിക്കെട്ടുകൾ നടക്കുന്നുണ്ട്. ഇതെല്ലാം തന്നെ അതാത് സാഹചര്യങ്ങളും അതാത് ദിവസത്തെ സാഹചര്യങ്ങളൊക്കെ പരിശോധിച്ചും പരിഗണിച്ചുമാണ് സാധാരണ കളക്ടർമാർ അനുമതി നൽകുന്നത്. ഇതിന് പെസോയാണ് പെട്രോളിയം മന്ത്രാലയത്തിൻ്റെ കീഴിലുള്ള ഒരു ഏജൻസിയാണ് സാധാരണ ഇതിന് അനുമതി നൽകുന്നത്. അപ്പോൾ ഇതിനൊക്കെ ഉചിതമായ ചട്ടങ്ങളും നിയന്ത്രണങ്ങളും എല്ലാം തന്നെ ഉണ്ട്. ആവശ്യമായ നടപടിക്രമങ്ങളും സുരക്ഷയും എല്ലാം തന്നെ ഉറപ്പാക്കേണ്ടതുണ്ട്. ഈ സാഹചര്യങ്ങളെല്ലാം തന്നെ പരിഗണിച്ചിട്ട് സംസ്ഥാന സർക്കാർ കളക്ടർമാർക്ക് ഇക്കാര്യത്തിൽ അനുമതി നൽകാവുന്നതല്ലേ ഉള്ളൂ എന്ന് കോടതി ചൂണ്ടിക്കാട്ടി സിംഗിൾ ബെഞ്ചിൻ്റെ ഉത്തരവ് കോടതി റദ്ദാക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ കോടതി കഴിഞ്ഞ സിംഗിൾ ബെഞ്ചിൻ്റെ ഉത്തരവ് സംസ്ഥാനത്ത് വലിയൊരു അനിശ്ചിതാവസ്ഥ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് സൃഷ്ടിക്കുകയുണ്ടായി. അതായത് ക്ഷേത്രങ്ങളിലെല്ലാം തന്നെ റെയ്ഡ് നടത്തി, പോലീസിൻ്റെ സഹായത്തോടെ റെയ്ഡ് നടത്തി വെടിക്കെട്ട് സാമഗ്രികൾ പിടിച്ചെടുക്കാനും ഇക്കാര്യത്തിൽ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ കളക്ടർമാർക്കെതിരെ കോടതിയലക്ഷ്യ നടപടി എടുക്കുമെന്നും എല്ലാം തന്നെ സിംഗിൾ ബെഞ്ച് നിർദ്ദേശം നൽകിയിരുന്നു. ഈ അടുത്ത ആഴ്ചയ്ക്കുള്ളിൽ നടപടി റിപ്പോർട്ട് കൊടുക്കണമെന്നുമൊക്കെ സിംഗിൾ ബെഞ്ചിൻ്റെ ഉത്തരവുണ്ടായിരുന്നു. ഏതായാലും സിംഗിൾ ബെഞ്ചിൻ്റെ ഉത്തരവിന് സംസ്ഥാന സർക്കാരും അതുപോലെ തന്നെ കൊച്ചി ദേവസ്വം ബോർഡ് നൽകിയ ഹർജികൾ ഇപ്പോൾ പരിഗണിച്ചുകൊണ്ടാണ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചിൻ്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ഉത്തരവുണ്ടായിരിക്കുന്നതെന്ന് അനുജ. ജോൺ ലോറൻസ്, അപ്പോൾ എന്തായാലും ആശ്വാസം നൽകുന്ന, പ്രത്യേകിച്ച് ക്ഷേത്രങ്ങളും ക്ഷേത്ര കമ്മിറ്റികളെയും ഒക്കെ സംബന്ധിച്ച് ആശ്വാസം നൽകുന്ന ഒരു നടപടിയാണ് കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. തീർച്ചയായിട്ടും സംസ്ഥാനത്തെ ഈ വിശ്വാസികൾക്ക് ഈ കാര്യത്തിൽ തന്നെ ഒരു അരക്ഷിതാവസ്ഥ വിശ്വാസികൾക്കിടയിലും ഉണ്ടായിരുന്നു. കാരണം ഓരോ ക്ഷേത്രങ്ങളിലും പ്രത്യേക ദിവസങ്ങളിൽ വെടിക്കെട്ടിന് കളക്ടർ അനുമതിയും അല്ലാതെ തന്നെ പുലർകാലത്തും അതുപോലെ വൈകുന്നേരങ്ങളിലൊക്കെ തന്നെ ക്ഷേത്രങ്ങളോടനുബന്ധിച്ച് വെടിക്കെട്ടുകളും കതിനാ പ്രയോഗവും ഒക്കെ തന്നെ ഉണ്ട്. ഇത് ഒരസമയത്താണ് എന്നൊന്നും പറയാനാവില്ല. അതുപോലെ തന്നെ ഭക്തർ ചില വഴിപാടുകൾ സമർപ്പിക്കുന്നുണ്ട്. ചില പ്രമുഖ ക്ഷേത്രങ്ങളിൽ തന്നെ 3 നേരം തന്നെ വെടിക്കെട്ടും വെടിവഴിപാടും ഒക്കെ നടക്കുന്നുണ്ട്. ഇത് സാധാരണ ഇതിന് ചെറിയ ശബ്ദമലിനീകരണമൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ പോലും ഇത് ഒരു വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന വിധത്തിലുള്ളതല്ല. പക്ഷേ ഏതോ ആളുകൾ നൽകിയിട്ടുള്ള ചില ആളുകൾ ഇത് ഒരു ശബ്ദമലിനീകരണമാണ് എന്നൊക്കെ ചൂണ്ടിക്കാണിച്ച് സിംഗിൾ ബെഞ്ചിൽ വന്ന ഒരു ഹർജിയുടെ അടിസ്ഥാനത്തിലാണ് സിംഗിൾ ബെഞ്ച് ഏതായാലും ഈ കഴിഞ്ഞ ദിവസം ഉത്തരവ് പാസ്സാക്കിയത്. എന്തായാലും ഇപ്പോൾ ഡിവിഷൻ ബെഞ്ചിൻ്റെ ഇടപെടലോടെ ഈ കാര്യത്തിൽ ഒരു വ്യക്തത വന്നിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അനുജ, ഇനി മുതൽ ഉത്തരവ് വന്നതോടുകൂടി പഴയ രീതിയിൽ തന്നെ വെടിക്കെട്ട് നടക്കും എന്നാണ് മനസ്സിലാവുന്നത്. ഈ ഉത്തരവ് റദ്ദായതോടുകൂടി തന്നെ ഇനി മുതൽ നിയന്ത്രണങ്ങൾ ഉണ്ടാവില്ല. നിയന്ത്രണങ്ങൾ സർക്കാരിനാണ് നിയന്ത്രണം ഏർപ്പെടുത്തുന്നത്. അതായത് ഓരോ ക്ഷേത്രത്തിലെയും സാഹചര്യങ്ങളും അതുപോലെ തന്നെ സുരക്ഷാ ക്രമീകരണങ്ങളും എല്ലാം പരിഗണിച്ച് കളക്ടർമാരാണ് ഇത്തരം കാര്യങ്ങളിൽ നടപടി സ്വീകരിക്കേണ്ടത്. അതിന് ചട്ടങ്ങളുണ്ട്, സുരക്ഷാ ചട്ടങ്ങളുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തീരുമാനമെടുക്കാം എന്നാണ് ഇപ്പോൾ ഡിവിഷൻ ബെഞ്ച് പറഞ്ഞിരിക്കുന്നത്. സംസ്ഥാനത്ത് നിലവിൽ ഇത്തരം കാര്യങ്ങളാണ് നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ സിംഗിൾ ബെഞ്ചിൻ്റെ ഉത്തരവ് ഒരല്പം പരിധി വിട്ടതാണോ എന്നൊരു സംശയം ഇപ്പോൾ ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചിൻ്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത് എന്ന് വേണം നമ്മൾ കരുതാൻ. അനുജ, അപ്പോൾ ആരാധനാലയങ്ങളിൽ അസമയത്ത് വെടിക്കെട്ട് നിരോധിച്ച ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉത്തരവ് ഡിവിഷൻ ബെഞ്ച് റദ്ദാക്കിയിട്ടുണ്ട്.
ജോൺ ലോറൻസ് അതുപോലെ തന്നെ ഈ ഭാഗത്തു നിന്നും ക്ഷേത്ര ഭാരവാഹികളുടെയൊക്കെ ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമൊക്കെ ഉണ്ടായിരുന്നു. ഈ നടപടി ഉചിതമല്ല എന്ന് എന്തായാലും ആശ്വാസം നൽകുന്ന ഒരു ഉത്തരവ് തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതെ, തീർച്ചയായിട്ടും. അതായത് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഈ ക്ഷേത്ര ആചാരങ്ങളുടെ ഭാഗമായിട്ടുള്ള വെടിക്കെട്ടുകൾക്ക് നിരോധനം വന്നതോടുകൂടി ക്ഷേത്ര വിശ്വാസികളും അതുപോലെ തന്നെ ആളുകൾക്കിടയിൽ തന്നെ ആശങ്ക ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് സ്വാഭാവികമായിട്ട് ഇത് ഇടപെടൽ വേണ്ടി വരും എന്നുള്ള രീതിയിൽ തന്നെ മന്ത്രിസഭാ തലത്തിൽ തന്നെ മന്ത്രിതലത്തിൽ തരത്തിലുള്ള ചർച്ചകൾ നടന്നു. മാത്രമല്ല വിവിധ ദേവസ്വം ബോർഡിൻ്റെ ഭാരവാഹികളുമായിട്ടും സർക്കാർ ചർച്ച നടത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് സർക്കാർ ഇതിൻ്റെ അടിയന്തര പ്രാധാന്യം കണക്കിലെടുത്ത് സർക്കാർ നേരിട്ട് ഹർജിയുമായി ഡിവിഷൻ ബെഞ്ചിൽ വന്നത്, അപ്പീലുമായി ഡിവിഷൻ ബെഞ്ചിൽ വന്നത്. അതോടൊപ്പം തന്നെ സംസ്ഥാനത്തെ പ്രമുഖ ദേവസ്വം ബോർഡുകളിലൊന്നായ കൊച്ചി ദേവസ്വം ബോർഡ്, ഈ കൊച്ചി ദേവസ്വം ബോർഡിന് കീഴിലാണ് സംസ്ഥാനത്ത് പല ക്ഷേത്രങ്ങളും വലിയ തോതിൽ വെടിക്കെട്ടുകൾ നടക്കുന്നത്. പ്രധാനമായും തൃശ്ശൂർ പൂരം, അതോടൊപ്പം തന്നെ മറ്റു ക്ഷേത്രങ്ങളെല്ലാം തന്നെയുണ്ട്. പ്രധാനപ്പെട്ട തൃശ്ശൂരിൽ നിന്ന് വടക്കോട്ട് തന്നെ പല ക്ഷേത്രങ്ങളിലും ഈ കൊച്ചി ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള പല ക്ഷേത്രങ്ങളിലും വലിയ തോതിലുള്ള വെടിക്കെട്ടുകൾ നടക്കുന്നുണ്ട്. ഇതിൽ തന്നെ വലിയ തോതിലുള്ള ആളുകൾ കൂടുന്ന ഒരു ചടങ്ങുകളാണ് ഈ ക്ഷേത്ര ആചാരങ്ങളോടനുബന്ധിച്ച് നടക്കുന്ന വെടിക്കെട്ടുകൾ. പല ക്ഷേത്രങ്ങളിലും വെടിക്കെട്ട്, വടക്കേ മലബാറിലും പാലക്കാട് ഭാഗത്തും വലിയ തോതിൽ വെടിക്കെട്ടുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ വെടിക്കെട്ടുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുന്ന ഒരു സിംഗിൾ ബെഞ്ച് ഉത്തരവോടെ ഈ വെടിക്കെട്ടുകൾക്ക് വലിയ തോതിലുള്ള ഒരു നിയന്ത്രണമോ അല്ലെങ്കിൽ നിരോധനമോ വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ മാറി. ഈ അടിയന്തര സാഹചര്യം പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് നീക്കമുണ്ടായത്. ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ തന്നെ സർക്കാർ നേരിട്ട് കോടതിയെ സമീപിക്കുമെന്ന് പറഞ്ഞിരുന്നു. എന്നിരുന്നാലും ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് സർക്കാർ അടിയന്തരമായി തന്നെ വ്യാഴാഴ്ചയാണ് ഈ സിംഗിൾ ബെഞ്ചിൻ്റെ ഉത്തരവുണ്ടായത്. തൊട്ട് അടുത്ത ദിവസം തന്നെ, അതായത് വെള്ളിയാഴ്ച തന്നെ സർക്കാർ അപ്പീൽ നൽകി, തിങ്കളാഴ്ച തന്നെ സർക്കാർ അപ്പീൽ നൽകി. ഇന്ന് കോടതി പരിഗണിച്ച് ഉചിതമായൊരു ഉത്തരവ് കോടതിയിൽ നിന്ന് വന്നിരിക്കുന്നു. ഇതിപ്പോൾ ക്ഷേത്ര ആരാധനയുമായി ബന്ധപ്പെട്ടുള്ള ആളുകൾക്കും അതോടൊപ്പം തന്നെ ക്ഷേത്രങ്ങൾക്കും അതുപോലെ ദേവസ്വം ബോർഡുകൾക്കും ഈ ഉത്തരവ് വലിയൊരു ആശ്വാസമായിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. അനുജ, വ്യക്തമാണ്. ജോൺ ലോറൻസ്, ആരാധനാലയങ്ങളിൽ അസമയത്ത് വെടിക്കെട്ട് നിരോധിച്ച ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉത്തരവ് ഡിവിഷൻ ബെഞ്ച് റദ്ദാക്കിയെന്നാണ് വിവരം. സർക്കാരിന് ഉചിതമായ ഇളവുകൾ നൽകാമെന്നാണ് ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കിയിട്ടുള്ളത്. വിശദാംശങ്ങൾ നൽകിയത് ജോൺ ലോറൻസ് ആണ്.